പെരിയാർ കടുവ സങ്കേതത്തിൽ പ്രത്യേക സംരക്ഷണം നൽകുന്ന പെൺകടുവ മംഗളയെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റാൻ ഉത്തരവ്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണനാണ് ഉത്തരവിറക്കിയത്. പെരിയാർ കടുവ സങ്കേതത്തിലെ മംഗളാദേവി ക്ഷേത്ര സമീപത്ത് നിന്ന് 2020 നവംബർ 21 2 മാസം പ്രായമുള്ള പെൺ കടുവ കുഞ്ഞിനെ വനംവകുപ്പ് വാച്ചർമാർക്ക് ലഭിച്ചത്. തിമിരം ബാധിച്ചിരുന്ന കടുവയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകി വരികയായിരുന്നു. കാട്ടിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള കാഴ്ച പൂർണ്ണമായി ലഭിച്ചിട്ടില്ലാത്തതിനാലും ഇരപിടിക്കാനുള്ള ശേഷി ആർജിക്കാത്തതിനാലുമാണ് പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് മംഗളയെ മാറ്റാൻ തീരുമാനിച്ചത്. ലഭിക്കുമ്പോൾ 2.5 കിലോ മാത്രം ഭാരമുള്ള കടുവയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാനാകാതെ അവശനിലയിലായിരുന്നു. തിമിരം ബാധിച്ച് കാഴ്ചശക്തി 90% നഷ്ടപ്പെട്ടു. മംഗളാദേവി ക്ഷേത്രത്തിന് സമീപത്തു നിന്ന് കിട്ടിയതിനാൽ മംഗള എന്ന് പേരിട്ടു. സ്വാഭാവികമായി ഇരപിടിക്കാനുള്ള ശേഷി ഉണ്ടായ ശേഷം മംഗളയെ കാട്ടിലേക്ക് തുറന്നുവിടാനായിരുന്നു ആദ്യ തീരുമാനം. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കൊക്കരേരി ഫോറസ്റ്റ് ഓഫീസിലാണ് സംരക്ഷണം. പ്രത്യേകം രൂപപ്പെടുത്തിയ കൂട്ടിനുള്ളിൽ വിശാലമായ ഏരിയയിൽ കമ്പിവേലി കെട്ടിത്തിരിച്ച് ആവാസ വ്യവസ്ഥ ഒരുക്കി. എന്നാൽ 5 വയസ്സ് പിന്നിടുമ്പോഴും ഇരപിടിക്കാൻ അറിയാത്തതിനാൽ മംഗളയ്ക്ക് വനംവകുപ്പിന്റെ കൂട് തന്നെയായിരുന്നു ആശ്രയം. ദിവസവും 5 കിലോയോളം ഇറച്ചിയാണ് ഭക്ഷണമായി നൽകിയത്. സംരക്ഷിക്കാൻ 2 വാച്ചർമാരുമുണ്ട്. സ്വതസിദ്ധമായി ഇരപിടിക്കാനുള്ള ശേഷി ആർജിക്കാത്ത കടുവയ്ക്ക് പരിശീലനം നൽകാൻ നടത്തിയ ശ്രമവും പരാജയമായി. ഇതോടെ കടുവയ്ക്ക് ഇതിന് സാധിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് പുത്തൂരിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് പെരിയാർ കടുവ സങ്കേതത്തിലെ അധികാരികൾ 1 വർഷം മുൻപേ അപേക്ഷ നൽകിയിരുന്നു. ഇടുക്കി വിഷൻ, കുമളി.